പ്രവാസികൾ എവിടെ പോയാലും യാത്ര കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. പണ്ടൊന്നും ഇല്ലാത്ത അത്രയും സ്ഥലങ്ങളാണ് ഇപ്പോൾ പ്രവാസികൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ റീൽസിലൊക്കെ കാണാറില്ലേ, പലരും പല സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടെത്തിയ ഇല്ലെങ്കിൽ കാലങ്ങളായി ആളുകൾ അവരുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തുന്ന, അവരുടെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഇല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളിലും ഓഫ് ഡേയ്സിലും ഒക്കെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് മസ്കറ്റിലെ മത്രയാണ്. മത്രയുടെ വിശേഷങ്ങളാണ് ട്രാവൽ ഡെസേർട്ടിൽ ഇനി കാണുന്നത്. കടൽ തീരത്തെ കല്ലുവിരിച്ച പാതയും നങ്കൂരമിട്ട വലിയ ആഡംബര കപ്പലുകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൂഖുമാണ് മത്രയിലേക്ക് സഞ്ചാരികളെ എല്ലാം ആകർഷിക്കുന്ന പ്രധാന കാഴ്ചകൾ. ഒമാനിലെത്തുന്നവർ മത്ര കാണാതെ പോകാറേയില്ല. ഒമാൻ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പതുക്കെ മാറുകയാണ്. വൈകുന്നേരങ്ങൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ നിറയും. മസ്കത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് എവിടെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ, അത് മത്രയാണ്. കടൽ തീരത്തെ കല്ലുവിരിച്ച പാതയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൂക്കും സഞ്ചാരികളുടെ മനം നിറയ്ക്കും. മത്ര കോർണിഷ് ഓൾഡ് മത്ര സൂക്കിലെ ഒരു ചുഴിയാണ്. സൂക്കിലേക്കുള്ള ഒരു പ്രവേശന സ്ഥലം, സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രം. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് തിരമാലകൾ മുകളിലേക്ക് ഉയരാറുണ്ട്. മസ്കറ്റ് മുനിസിപ്പാലിറ്റി മത്രയിൽ കൂടുതൽ ടൂറിസം പ്രൊജക്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട്. കടലിന് മുകളിലൂടെയുള്ള കേബിൾ കാർ പദ്ധതിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി പകുതി പിന്നിട്ടിട്ടുണ്ട്. മത്ര സ്ക്വയർ പ്രൊജക്റ്റാണ് മറ്റൊന്ന്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പക്ഷിയുടെ ആകൃതിയിലുള്ള പാലമാണ് ഇതിലുണ്ടാവുക. കേബിൾ കാർ പദ്ധതി പോലുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള അത്തരം പദ്ധതികൾ കൂടെ മസ്കത്തിൽ മത്രയിൽ വരുന്നതോടുകൂടി കൂടുതൽ സഞ്ചാരികളും അതുപോലെ തന്നെ മത്ര കാണാനൊക്കെ വിദേശികളും ഒക്കെ ഭാവിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോർണിഷ് കാഴ്ചകൾ കണ്ടു കഴിയുന്നവർ സൂക്കിലേക്ക് നടക്കും. അവിടെ പുകയുന്ന കുന്തിരിക്കം വിനോദസഞ്ചാരികളെ ആകർഷിക്കും. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സൂക്കിന് കഥകളേറെ പറയാനുണ്ട്. ഇവിടുന്നാണ് ഏകദേശം ഈ ഒമാനിൽ കാണുന്ന വലിയ ബിസിനസ്സുകാർ മൊത്തം പോയത്. ഇവിടെയായിരുന്നു അവരെല്ലാ കച്ചവടങ്ങളും. അപ്പോൾ കച്ചവട സാമ്രാജ്യമായിരുന്നു മത്ര. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇംഗ്ലീഷുകാർ ഈ കടലിൽ വരും. അതുവഴി നേരം മത്ര സൂക്കിലേക്ക് വരും. ഈ സൂക്കിൽ മൊത്തം കറങ്ങി കണ്ട് വൈകുന്നേരം അത് തിരിച്ചു പോകും. ആന്റിക് ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും ഒമാനി തൊപ്പിയും മറ്റും വാങ്ങിയും കാഴ്ചകൾ കണ്ടും ആളുകൾ സൂക്കിലൂടെ ഒഴുകുന്ന കാഴ്ച മനോഹരമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ, സ്വദേശികൾ, വിവിധ രാജ്യക്കാരായ താമസക്കാർ, അങ്ങനെ ഒരിടത്തേക്ക് വിവിധ ദേശക്കാർ ഒരേ സമയം സംഗമിക്കുന്ന അപൂർവ കാഴ്ച സൂക്കിൽ കാണാം. ഒമാനിൽ ആര് വിസിറ്റിന് വന്നാലും മത്ര സൂക്കും മത്ര കോർണേഷും സന്ദർശിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. എല്ലാ ആളുകളും മത്രയിൽ വന്ന് മത്ര സൂക്കിൻ്റെ പുരാണ ആ മോഡലും ഒമാൻ്റെ പൈതൃകവും കാണാൻ വേണ്ടിയിട്ടാണ് മത്രയിൽ വീണത്. വീണ്ടും വരാൻ തോന്നുന്ന എന്തോ ഒന്ന് മത്രയിലുണ്ട്. ഒമാന്റെ ചരിത്രം ഇഴചേർന്ന് നിൽക്കുന്നത് കൊണ്ടുകൂടിയാവണം അത്. സീസൺ സമയത്ത് ക്രൂയിസ് കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ കോർണിഷും സൂക്കിനും ഇതിനേക്കാൾ ഭംഗി കൂടും. മസ്കറ്റിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് മത്ര കോർണിഷും സൂക്കുമല്ല. കൂടുതൽ വികസന പദ്ധതികളുമായി മുനിസിപ്പാലിറ്റിയും രംഗത്തുണ്ട്. മത്ര കോർണിഷിൽ നിന്നും അലി കൂട്ടായി, മീഡിയ 1, മസ്കറ്റ്.